നമുക്ക് ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ സമാധിയായ ഗോപൻ സ്വാമിയുടെ മകൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മൾ കോടതിയിലേക്ക് പോകുന്നുണ്ടോ ഈ വിഷയത്തില്? എന്നിട്ട് ഇനി അഡ്വക്കേറ്റിനെ ഇനിയിപ്പം പറയാ സാർ പറയൂ അത്. അപ്പോ ഇന്ന് ഈ വിഷയത്തിൽ ഭരണകൂടം, അതായത് ജില്ലാ ഭരണകൂടം ഒരു തീരുമാനമെടുക്കും. എന്ന് ഈ കല്ലറ പൊളിക്കണം, എപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശ്രദ്ധിച്ചിരുന്നോ? അതായത് തീരുമാനിക്കുന്നതൊക്കെ അതൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം ഇനി അറിയാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നോക്കട്ടെ, അഡ്വക്കേറ്റ് ഒരു തീരുമാനിച്ചിട്ട് നമുക്കൊരു വിവരം കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ അഡ്വക്കേറ്റുമാർ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ നിലവില്? ആരെങ്കിലും പറഞ്ഞില്ല, സാറുണ്ട്, സാറ് പറയും വിവരം. അപ്പം അവരോട് സംസാരിക്കുമ്പോൾ അവരെന്താ നമുക്ക് അനുകൂലമായിട്ടാണോ സംസാരിക്കുന്നത്? അങ്ങനെയല്ല, എന്താണ് അത് ന്യായത്തിന്റെ പക്ഷം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് എന്താണ് ആ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പുള്ളി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് പറയൂ. അത് പറയുമ്പോൾ ഞാൻ അത് എന്താന്ന് വെച്ചാൽ പറയാം. അത് എപ്പോഴേക്ക് ഈ കോടതി പോകാനാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതും അതാണ് പറഞ്ഞത്. അതും ആ ഒരു സമയത്ത് ആ പുള്ളി തീർച്ചയായിട്ടും പറയാം. അപ്പോഴും നമുക്കത് പറയാം. ആ പുള്ളിയാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പല തരത്തിലുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് മറ്റു സമുദായങ്ങളിൽ നിന്നുള്ളവരാണെന്നൊരു ആരോപണം ഉണ്ടാക്കണം. ഇങ്ങനെയായാലും ഒരു ഈ മഹാക്ഷേത്രം അവർക്ക് തച്ചടക്കണം, അവർക്ക് വസ്തുക്കൾ വകകളൊക്കെ വിറ്റ് പോകണം. അവരാ വസ്തുക്കളും വകകളാണ് ഇവിടെ അത്രയും കിടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ റിയൽ എസ്റ്റേറ്റ് ചെയ്ത് കംപ്ലീറ്റ് വിറ്റ് പോകാനുള്ള പരിപാടിയും ഇതെല്ലാം തച്ച് കയർക്കുമ്പോൾ അവർക്ക് എളുപ്പമായി, കാര്യങ്ങളൊക്കെ എളുപ്പമായി. നമുക്ക് അതിനൊരു തന്നെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് വിരോധം ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നാഗപ്രതിഷ്ഠ സമയത്ത് കളക്ടറേറ്റിൽ നിന്ന് ഓർഡറൊക്കെ വാങ്ങിച്ച് എഞ്ചിനീയർ, മുനിസിപ്പൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ പോലീസ് ഇഷ്ടംപോലെ പരാതികൾ അവിടെ പോയിട്ടുണ്ട്. അച്ഛൻ അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് അച്ഛൻ ജയിച്ചതിന്റെ വൈരാഗ്യമുണ്ട്. അതെല്ലാം നമുക്ക് റെക്കോർഡ്സ് ഉണ്ട്. ഇത് ആരാണെന്നാണ് കരുതുന്നത്? ഏത് ഇതിന് പിന്നിൽ? ഇതിന് പിന്നില് എല്ലാവരും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പലവർക്ക് ഈ ക്ഷേത്രം എഴുതി കൊടുക്കാത്തതിന്റെ ദേഷ്യമുണ്ട്. അമ്പലം മൊത്തത്തിൽ അവർക്ക് ഭരിക്കുവാനാണ് അതിന്റെ ദേഷ്യമുണ്ട്. നാഗപ്രതിഷ്ഠ നടത്തേണ്ട ദേഷ്യമുണ്ട്. ഈ വഴി റോഡ് നമ്മൾ കൊണ്ടുവന്നപ്പോഴേ വാശിയും വൈരാഗ്യം എല്ലാവർക്കും ഉണ്ട്. അതിനും നമ്മൾ റെക്കോർഡ്സ് ഉണ്ട്. അതും കോടതിയിൽ പോയി വിധി വാങ്ങിച്ചാണ് റോഡ് ആയത്. അമ്പലം കാണാൻ നിങ്ങൾ ഇനി വരുമ്പോൾ ഗണപതി ഇരിക്കുന്ന അത് മുതൽ ഇനി താഴെ അറ്റം വരെ ഈ ക്ഷേത്ര നട വരെയുള്ള റോഡ് കണ്ടല്ല, നേരെ സ്ട്രൈറ്റ്, അതെല്ലാം കോടതി വിധി പറഞ്ഞ് എടുത്ത സംഭവമാണ്. കോടതിയിൽ ഫൈറ്റ് ചെയ്താണ്, അച്ഛൻ പോയി ഫൈറ്റ് ചെയ്താണ് ഇതെല്ലാം ശരിയാക്കി എടുത്തത്. വിധിയായി നമുക്ക് കോടതി. അപ്പൊ അതും അവര് പരാജയപ്പെട്ടു. അതിലെല്ലാത്തിനും വൈരാഗ്യമുണ്ട് തീർച്ചയായിട്ടും. അതിന് ഈ സാഹചര്യം ഈ സ്വാമിയെ ഇപ്പൊ ദുരുപയോഗം ചെയ്ത് അത്രേ ഉള്ളൂ. ചുമ്മാ ഈ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ നടത്തി ഒരു നല്ലൊരു പവിത്രമായ സമാധി മണ്ഡപത്തിനെ പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞും കൊണ്ടാണ് ഇപ്പൊ തുടക്കം. ഈ സമാധി മണ്ഡപത്തിൽ ഇനി ഒരു ക്ഷേത്രമാവാനുള്ളതാണ്, യോഗീശ്വരനാണ്, ലിംഗപ്രതിഷ്ഠയും കാര്യങ്ങളാവാണ്. അപ്പൊ അത്രയ്ക്കും യോഗീശ്വരനായ അവിടെ ഇരുന്നുകൊണ്ട് അതിനൊക്കെ പൊളിച്ചു മാറ്റെന്ന് പറഞ്ഞ ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹാരാധന പൊളിച്ചു മാറ്റും പോലെ ആയിപ്പോയി. ഈ ഇപ്പം ഇത്രയും പവിത്രമായിട്ടുള്ള ഈ ഇതൊക്കെ പൊളിച്ചു മാറ്റം എന്ന് പറഞ്ഞ ഹിന്ദു ആചാരങ്ങൾ ഒരുമാതിരി വലിച്ചു കീറും പോലെ ആയിപ്പോയില്ലേ. എങ്കിൽ പിന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എന്തിനു നിൽക്കുന്നത്? ഹിന്ദു എന്ന് പറയണത് ഇനി കാണൂലല്ലെങ്കിൽ ഇതാണ് ആക്ക് സമാധിയാവാനും പറ്റത്തില്ലല്ലെങ്കിൽ ഇനി ഒരു സ്വാമിക്ക് ഇനി സമാധിയാവേണ്ടേ ആക്ക്. നമ്മളെ ആരെയും അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ സമയം മുഹൂർത്ത സമയം തെറ്റിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ പ്രാണായാമം ശ്വാസഗതി എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ശ്വാസഗതി എടുത്ത് ഓരോ പ്രാണായാമം ചെയ്ത് ഈ പ്രാണായാമം മുദ്ര വെച്ച് ഓരോ സമയം പ്രാണനെ ഉയരോട്ടെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ രീതിയാണ്. അപ്പൊ ആ രീതിയിൽ സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്. നിങ്ങൾ തന്നെ ചെന്നിരുന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഏകാഗ്രതയില്ലെങ്കിൽ ആ ചെയ്ത കർമ്മം കൊണ്ട് ഒരു പ്രയോജനമില്ല. വേറെ ചിന്തകളോ വേറെ ഭാവങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതിനകത്ത് ഇന്ദ്രിയങ്ങളിൽ കൂടി കഴിയുമ്പോൾ അതിലോട്ടാവും പിന്നെ ചിന്ത. ആ സമയത്ത് ഏകാഗ്രത കാണും. 10 പേരെ വിളിച്ച് കാണിച്ചു വരുമ്പോൾ പുള്ളിയുടെ ഏകാഗ്രത എന്തോട്ടായിരിക്കും പോണത്? കണ്ണുകളെ തുറന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നീട് സമാധി ലയിക്കുന്ന സമയത്ത് തന്റെ നേത്രങ്ങൾ അടച്ചങ്ങ് അതിലങ്ങ് കൈ താത്ത് ഇട്ട് പിന്നെ അങ്ങ് ഇരിക്കുകയാണ് ആള്. ആ ഈശ്വരനെ ലയിച്ച് അങ്ങ് ഇരിക്കുകയാണ്. സമാധി എന്തെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടായത്. ആചാര്യ ഗുരുമുക്കന്മാരുടെ അടുത്ത് സമാധി എന്തെന്ന് അറിയാന്നുള്ള ആചാര്യ ഗുരുക്കന്മാർ ഇന്ന് ഈ ലോകത്ത് ഒരുത്തരുണ്ട്. അവരൊന്നും വാതുറക്കില്ല എന്നുള്ള ഒരു ഭയങ്കര സങ്കടമായിപ്പോയി. ഒരുപാട് ആചാര്യ ഗുരുക്കന്മാരുണ്ട് സമാധി എന്തെന്ന് അറിയാന്നുള്ള ഒരുപാട് പേരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നു. സമാധി എന്തെന്നൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്കെങ്കിലും അവർ പറഞ്ഞു കൊടുക്കണ്ടേ സമാധി എന്ന്? ഇനി ആ ഒരു സന്യാസിമാർക്ക് എന്തൊരു സമാധി ഇരിക്കണ്ടേ? അപ്പൊ ആ ഇഷ്ടം പോലെ ഇവിടെ സമാധി ആയിട്ടുള്ള ഗുരുസ്വാമി കോവിലുണ്ട് നമ്മളെ പാലക്കടവ് നേറ്റിങ്കര. അപ്പൊ അവിടെയൊക്കെ എന്തിനും ഒരാള് അവിടെ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനും മകനും സമാധിയ സ്ഥലമാണ്. എന്നിട്ട് സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനെയും കുത്തി പൊളിക്കാൻ പോകും ആൾക്കാർ. എങ്കിൽ പിന്നെ ആൾക്ക് സമാധി ഇരിക്കാൻ പറ്റില്ല. ഈശ്വരനെ ലയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരൂലേ? ഈശ്വരൻ ഇല്ലാത്ത കാലം വരും? ഒരിക്കലും ഇല്ല. ഈശ്വരൻ ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്, ഈ പൃഥ്വി തന്നെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പൃഥ്വി കാണത്തില്ല.
ഈ സൂര്യനും ചന്ദ്രനും ഒന്നും കാണത്തില്ല. ഈശ്വരൻ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഉള്ളത്. നമുക്ക് ഊർജ്ജം തരുന്നത് പോലെ ആ ഈശ്വരനാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നില്ല, നമുക്ക് പ്രാണവായു ഈ ശരം പോകുന്നത് പോലെ ആ ഈശ്വരന്റെയാണ്. അതാണ് ഈശ്വര എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം എന്താ? ഈ ഹിന്ദു ഐക്യവേദി അടക്കം ഈ ഇന്നലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി എന്നൊരു മറുത്തൊരു അഭിപ്രായം വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? ഇന്നലത്തെ പ്രശ്നങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾക്കും പിന്നെ ഹിന്ദു ഐക്യവേദിയൊക്കെ ഉണ്ട് എന്ന തരത്തിലേക്ക് പലരും പറയുന്നുണ്ട്. അത് വേണം. കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും വേണം. അത് എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഒരു മതമൊന്നുമല്ല, ചുമ്മാ ആവശ്യമില്ല പറയണത്. ഹിന്ദു ആചാര ഭാരതീയ സംസ്കാരമാണ്. അത് ഭാരതീയന്റെ ഒരു സംസ്കാര രീതിയാണ് ഹിന്ദു. ചുമ്മാ ആവശ്യമില്ലാതെ ചിലർ പറയും അത് ഹിന്ദു ഒരു മതമാണ്. ഇതല്ല, ശരിയായ ഭാരതത്തിന്റെ സംസ്കൃതി എന്താണോ അതാണ് ഹിന്ദു. ഇപ്പൊ ഈ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ശരിയാണെന്നാണോ കരുതുന്നത്? ഇന്നലത്തെ പ്രതിഷേധങ്ങൾ ശരിയാണെന്ന് കരുതുന്നുണ്ടോ? ഇന്നത്തെ പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ കാണിച്ചതൊക്കെ ശുദ്ധഭക്തൻ. അങ്ങനെയൊന്നും ഒരു ക്ഷേത്രം പരിപാവനമായി ക്ഷേത്രഭൂമിയിൽ ഇങ്ങനെയൊന്നും പാടില്ല. ഒരു അത്രയ്ക്കും അച്ചടക്കത്തോടുകൂടി നിൽക്കേണ്ട ആൾക്കാരാണ്. അതായത് ഹിന്ദു ആയിരുന്നാലും ശരി, ഏത് സമുദായം. ഇപ്പൊ ഞാൻ ഒരു പള്ളിയിൽ കയറിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് അച്ചടക്ക കാണിക്കുന്നത് ശരിയാണ്. അതാ ഓരോരുത്തർ ഈ ചാനലുകാരിൽ വേറൊരു മതിന്റെ ഉയരെ ഷൂസ് ഇട്ട് കയറുന്നു. അതൊക്കെ കാണിക്കുന്നത് തന്നെ ശരിയാണ്. അത് ചുമ്മാ ഒരു ക്ഷേത്രത്തിന്റെ പവിത്രത കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത്രയും അച്ചടക്കത്തോട് ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വേണം അച്ചടക്ക മര്യാദകളാണ്. ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആ ക്ഷേത്രത്തിനെ മൊത്തം കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാ മഹാഭാവങ്ങൾ എന്ത് ചെയ്യും? ഇനി വരും തലമുറകളും അവരും എല്ലാം അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ അവർ ചിന്തിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണം. ഒരു ക്ഷേത്രമാണിത്, അല്ല വെറും ഒരു വീടോ അല്ലെങ്കിൽ ഒരു ആശ്രമോ അല്ല. ഒരു ക്ഷേത്രം കൂടലാണ്, മഹാക്ഷേത്രം, ഈശ്വരൻ കുടികൊള്ളുന്ന ഒരു അമ്പലം. ആ അമ്പലത്തിനകത്ത് വെച്ചാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള കാര്യം ഈ ആരും ചിന്തിക്കുന്നില്ല. മനസ്സിലായില്ല? ഇതൊക്കെ എന്ത് എന്ത് വിവരബോധമുണ്ടാണ് ഈ നാട്ടുകാർക്ക്. അതുപോലെ തന്നെ ഈ ഒരു പള്ളിക്കകത്ത് കയറിയാണ് ഞാൻ ഇത് കാണിച്ചെങ്കിൽ എന്തരായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാനൊരു പള്ളിക്കകത്ത് കയറിയാണ് ഈ ആചാര മര്യാദകൾ കാണിച്ചെങ്കിൽ എന്താണ് ഇങ്ങനെ അച്ചടക്ക ബോധമില്ലാതെ ഇങ്ങനെ ഇത്രയും ബഹളം കാണിച്ചെങ്കിൽ എന്തായിരിക്കും ഈ നാട്? അത്രയ്ക്ക് നികൃഷ്ടമായിട്ടല്ലേ ഈ ഒരു ഹിന്ദുവിന്റെ അമ്പലത്തിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ക്ഷേത്രമായതുകൊണ്ട് ചെയ്തു എന്നാണോ കരുതുന്നത്? അങ്ങനെയല്ല. ഹിന്ദു ക്ഷേത്രമായിരുന്നാലും ഒരു പള്ളിയായാലും അത് ആരാധന ചെയ്യുന്നതാണ്. ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു ആരാധന. അവിടെ നിന്നും കയറി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പള്ളിയാവട്ടെ, ഒരു അമ്പലമാവട്ടെ, അപ്പൊ ഇതെല്ലാം വിശ്വാസികളാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു കാര്യമാണ്. ആ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന, വലിച്ചു കീറി മുറിവേൽപ്പിക്കുന്ന ഒരു സ്വഭാവമല്ലേ ഇവർ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നേരെ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു, ഇത് അമ്പലം, അടുത്ത പള്ളിയിൽ കയറിയാണ് താമസിക്കുന്നത്. അങ്ങനെ ചെയ്യാമോ? പള്ളിയിലായിരുന്നു ഒരു അച്ഛന്റെ വസ്ത്രത്തെ വലിച്ചു കീറി എടുത്തു എന്ന് പറഞ്ഞു. അത് ശരിയാണ്? ഒരു പള്ളിയിൽ അച്ഛന്റെ വാർത്തയിലൊക്കെ വന്ന ഞാൻ കണ്ടു. അപ്പൊ അത് ഒരു തിരുവസ്ത്രം വലിച്ചു കീറി ഊരി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? പറയും. അപ്പൊ അത് അതൊക്കെ ഒരു തെറ്റായ കാര്യമാണ്. ഒരു അച്ഛന്റെ തിരുവസ്ത്രമൊക്കെ വലിച്ചു കീറുക എന്ന് പറഞ്ഞ് വലിച്ചു കീറുക, അതൊക്കെ ശരിയല്ല. അപ്പം അതുപോലെ തന്നെ ഒരു പള്ളിയായിരുന്നാലും ഒരു അമ്പലമായിരുന്നാലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അത്തരത്തിൽ ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നിയമപരമായി നീങ്ങാനാണ് ഇവരുടെ തീരുമാനം എന്നാണ് ആലോചിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഓരോ സംഭവങ്ങളെയും എടുത്തെടുത്താണ് അവർ പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ, പരിപാവനമായ ക്ഷേത്രത്തിൽ, പവിത്രമായ ക്ഷേത്രത്തിൽ ഇതിൽ കടന്നു കയറുകയായിരുന്നു ഇന്നലെ ഉണ്ടായത് എന്നും അതിൽ വലിയ തോതിലേക്കുള്ള പ്രശ്നങ്ങൾ ഇനി ഭാവിയിലാണെങ്കിലും ഉണ്ടാകുന്ന തരത്തിൽ പൂർണ്ണമായും വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഒക്കെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല.